ഇന്നലെ ജാനകിയമ്മ നമ്മളെ വിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ മനസ്സിന് വളരെ വേദനയുണ്ടായി. കാരണം അവരുമായിട്ട് മാനസികമായിട്ട് ഇത്തിരി അടുപ്പമുള്ള കൂട്ടത്തിലായിരുന്നു ഞങ്ങളൊക്കെ. ഞങ്ങളുടെ 1-2 പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. അല്ലാതെ തന്നെ എൻ്റെ അനിയനുമായിട്ട് കൂടുതൽ പ്രോഗ്രാംസിനൊക്കെ സഹകരിച്ചിട്ടുള്ള കൂട്ടത്തിൽ അതിൻ്റെ പേരിൽ അങ്ങനെയുള്ള കൂടുതൽ മാനസിക അടുപ്പങ്ങളുള്ളതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രായമുണ്ടെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജാനകിയമ്മ ഒരു പാട്ട് പാടാനായിട്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്നതാണെങ്കിൽ പഴയ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്നുള്ള പാട്ട് ഞങ്ങൾ ചെയ്തിരുന്നൊരു പടത്തിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോഴത്തേക്കാണ് വന്നത്. അപ്പോൾ ഏത് പാട്ടാണ് ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പാട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എടുത്ത് കൊടുത്തുകൂടെയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ ബാബുക്കട പാട്ടാണല്ലോ എന്നും പറഞ്ഞിട്ട് വന്ന് സന്തോഷത്തോടെ വന്ന് പാടുകയും ചെയ്തു. വന്ന ഉടനെ തന്നെ അവരുണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഒരു കുട്ടിയും ഉണ്ടായിരുന്നു, പെൺകുട്ടിയും ഉണ്ടായിരുന്നു, ചെറിയൊരു കുട്ടി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ്, അപ്പോൾ ബാബുക്കട പാട്ട് പാടാൻ പറ്റിയില്ല, അതിന് വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും ബാബുക്കട പേര് പറഞ്ഞപ്പോൾ ഞങ്ങളും പഴയ പാട്ടുകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ബാബുക്കട പേര് പറഞ്ഞപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞിട്ട് ടവലെടുത്ത് കണ്ണൊപ്പി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ബാബുക്കട പാട്ടുകൾ പാടുന്ന അവർക്ക് മാനസികമായിട്ട് അത്ര വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർ തമ്മിലുള്ള ഇൻറ്റിമസി അപ്പോൾ പിടികിട്ടി. തന്നെയുമല്ല എല്ലാവരോടും പെരുമാറാനായിട്ട് വളരെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്ന് പാട്ട് പഠിച്ചത്. പിന്നെ മയിലായി പറന്നു എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട്. അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കുറേ കാലങ്ങളായിട്ട് നല്ലൊരു പാട്ട് കിട്ടിയിട്ടില്ല, അത് കിട്ടിയപ്പോഴത്തെ വലിയ സന്തോഷമുണ്ടെന്നൊക്കെ താങ്ക്സൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യം ഞാനിപ്പോൾ പറയാൻ ഓർത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ മുമ്പ് തന്നെ മകൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിളിച്ചിരുന്ന് കിട്ടിയില്ല. സംസാരിക്കേണ്ടതാണെങ്കിൽ എൻ്റെ കൺട്രോളൻസ് അറിയിക്കാമെന്ന് എഴുതിയിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ പിറ്റേ ദിവസം വിളിച്ചപ്പോഴും ബെല്ലടിക്കുന്ന അല്ലാണ്ട് എടുത്തില്ല. പിന്നീട് എനിക്ക് ദുഃഖവാർത്ത വന്നത് ഇന്നലെയാണ്, ജാനകിയമ്മ പോയി എന്ന് കേട്ടപ്പോൾ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ദുഃഖം ഞാനിവിടെ അറിയിക്കുകയാണ്. എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ സമാപിക്കുന്നു. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് നികത്താനാകാത്ത നഷ്ടം. ഏത് തരം പാട്ട് കൊടുത്താലും പാടും. കുട്ടികളുടെ പാട്ട് വേണമെങ്കിൽ കൊടുത്താൽ അത് പാടും. വല്ല അബ്നോർമലായിട്ടുള്ള ആളുടെ പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് പാടും. പുരുഷ ശബ്ദത്തിൽ പാടണമെന്ന് പറഞ്ഞാൽ അത് പാടും. എന്താണ് പറ്റാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ ഗായകരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇത്രയും വെറൈറ്റി പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ റെക്കോർഡിങ് തുടങ്ങുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതാണ് സംഭവം, അപ്പോൾ ഇടയ്ക്കൊരു കുട്ടിയുടെ ശബ്ദവും കൂടി വേണമെന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പാടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടി ആ കുട്ടിയുടെ ശബ്ദം കൂടി ഇട്ട് പാടിത്തരും. അതിനുവേണ്ടി വേറെ റെക്കോർഡിങ് നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ എന്തും ചെയ്യാൻ. എന്നാൽ സംഗീതം അവർ അങ്ങനെ ജന്മനെ പഠിച്ചു വന്ന ആളൊന്നും അല്ലെങ്കിൽ ജനിച്ചപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് വെച്ചുള്ള അവരുടെ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ള മുഴുവൻ. ചെറുപ്പകാലം മുതൽ കേട്ട് ശീലിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ, അവരുടെ പാട്ടുകൾ. അവരിങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളുടെ പാട്ട് പാടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ ഒരു ഭാഗ്യം പോലെയാണെന്ന് തോന്നിയത്. ജാനകിയമ്മ വന്ന് നമ്മുടെ പാട്ട് പാടാൻ വന്നത്. നേരത്തെ പോയി കാത്തു നിന്ന്. അപ്പോൾ വന്നപ്പോഴത്തേക്കും ചോദിച്ചത് എന്നെ കാത്ത് ഒരുപാട് നേരം നിന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, കുറച്ച് നേരമായിട്ടുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞ് സന്തോഷം. അല്ലെങ്കിൽ അവർക്കത് ഞങ്ങൾ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നല്ലോ എന്നുള്ളൊരു ദുഃഖം അവർ പറയാൻ നേരം അതിന് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ പറയുകയും ചെയ്തു. അതുകൊണ്ട് അവർ പോയി എന്ന് കേട്ടപ്പോഴത്തേക്കും വലിയൊരു ലെജൻഡ് നമ്മളെ വിട്ടു പോയി എന്നുള്ളതാണ്. അവരെ സംഗീത രാജ്ഞിന്നാ എന്ത് വേണമെങ്കിലും വിളിക്കാം, എന്ത് വിളിച്ചാലും കൂടുതലാവില്ല. അത്രയ്ക്ക് വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്.